ചാമുഹി ഇവന് വേണ്ടി എന്താ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനാണ് അങ്ങനത്തെ ഡയലോഗൊന്നും വേണ്ട, ആൾക്കാർ ഷോക്കാക്കുന്ന പോലെ ഇവനൊരു കാര്യം ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് അവളെ പ്രപ്പോസലിനെ കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. എന്നിട്ട് ഇവിടെ ചാമൂഹിയും ഹോജിനെ അന്വേഷിച്ച് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇതേ സമയം അവനാണ് കുറച്ച് അപ്സെറ്റായി അവിടുന്ന് വൈനെടുത്ത് കുടിക്കാൻ വേണ്ടി പോവുക. ഇത് കണ്ട് അവൻ്റെ അമ്മ അടുത്തേക്ക് വന്നിട്ട് ഇത് ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് ലേഡീസിന് ഇഷ്ടപ്പെടുന്ന ലൈറ്റ് ആയിട്ടുള്ള വൈനെന്ന് പറഞ്ഞ് ഇവൻ എടുത്തു കൊടുക്കും. അങ്ങനെ ഇത് ഇവൻ്റെ കൂടെ വന്ന ആ ഫ്രണ്ടായിട്ടുള്ള ചാമുഹി കൊടുക്കാൻ വേണ്ടി പറയുമ്പം അവനാണ് തൽക്കാലം ഹെവി ആയിട്ടുള്ള വൈൻ മാത്രം അവന് മതി എന്നറിയും. കാരണം അവൻ്റെ ലവിന് ഒരു ഹാപ്പി എൻഡിങ് ഇല്ലെന്നറിയും. അങ്ങനെ ഇത് കേട്ട് അവൻ്റെ അമ്മയാണ്, എങ്കിൽ പിന്നെ നിനക്ക് മാത്രമേ അവളോട് സ്നേഹമുള്ളൂ, എൻ്റെ പയ്യൻ ആ പെങ്കൊച്ചിന് ഇഷ്ടമില്ല. അപ്പോൾ കൊച്ചിലെ തൊട്ടേ ഞാൻ നിന്നെ കരാട്ടയൊക്കെ പഠിപ്പിച്ച് എന്തിനാടാ, അതിന്റെ സ്കിൽസ് ഒക്കെ നീ ഒന്ന് കാണിച്ച് അവളെ മയക്കി എടുത്തോടായിരുന്നു. എന്നിന് ഇവര് കുറെ അഡ്വൈസ് ചെയ്യുമ്പോൾ അവനാണ് ചുമ്മാ അമ്മേനെ നാണം കെടുത്താതെ ഒന്ന് മിണ്ടായിരുന്നു പറഞ്ഞ് അവന് സൈലന്റ് ആക്കും. അതിനുശേഷം പോകുന്ന മുമ്പ് അവന്റെ അമ്മയും ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുവാണെങ്കിലും ഇവന്റെ മനസ്സ് നല്ല വിഷമമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ ചാമൂഹിയും ഹോജിനെ അന്വേഷിച്ച് അവർ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പം അവന്റെ മൊബൈലിലാണ് എന്തോ ഇറ്റാലിയനിൽ ഒരു മെസ്സേജ് വരും. ഇത് കണ്ട് അവളും മിക്കവാറും അവൻ ഡേറ്റ് ചെയ്യുന്ന പെങ്കൊച്ചായിരിക്കും എന്നറിഞ്ഞ് അവൾ എന്തോ എന്നറിഞ്ഞ് വായിച്ച് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ പാവ ഇവൾക്കാണ് ഭാഷ പോലും അറിയത്തില്ല. അതോടെ അവിടേക്ക് ഇരുന്ന് ഹോജിനെ കണ്ട് ഇവള് മേടിച്ചു പോകുമ്പം അവനാണ് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവൾ ഈ സമയത്ത് പാർട്ടി എൻജോയ് ചെയ്യാതെ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പേരാണ് അവള് ഫോൺ ഇവന്റെ കൊടുത്തിട്ട് ഇവന്റെ ഗേൾ ഫ്രണ്ട് എങ്ങാണ്ട് മെസ്സേജ് അയച്ചെന്നറിഞ്ഞ് അവൾക്ക് വായിച്ചു നോക്കിയാലൊന്നും മനസ്സിലാത്തില്ലെന്ന് പറയും. അപ്പേരാണ് അവനും അത് ഗേൾ ഫ്രണ്ട് ഒന്നല്ല ഇവന്റെ ഒരു ഇറ്റാലിയൻ ഫ്രണ്ട് മെസ്സേജ് അയച്ചെന്ന് പറയും. അങ്ങനെ ഇതിനുമ്പ് ഇവൾ അവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പറയുമ്പം അവളും കുറച്ച് സന്തോഷത്തി ഇപ്പൊ അങ്ങേരായിരുന്നു എന്നറിഞ്ഞ് ഇവളും അടുത്തായിട്ട് എന്തോ സംസാരിക്കേണ്ടെന്നറിയാതെ ഇവനെ കണ്ട് ഒരു ബായ് പറയാൻ വന്നതെന്ന് പറയും. കാരണം നാളത്തോടെ ഇവരുടെ ഷൂട്ടിംഗ് അവസാനിക്കാൻ പോവാണ്. അതുകൊണ്ട് രണ്ടുപേരും വേറെ ഫ്ലൈറ്റിൽ പോകുന്നുണ്ട്, പിന്നീട് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവള് ഷേഖന്റെ അടുത്ത് താങ്ക്സ് പറയുമ്പം അവനാണ് അപ്പം തന്നെ തിരിച്ച് ഇവൾക്ക് ഗുഡ് ബൈ പറയും. പക്ഷെ അവളാണ് അതൊട്ടും തന്നെ പ്രതീക്ഷയില്ല. എന്നിട്ട് അവള് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഈ കുറച്ച് ദിവസമായിട്ട് ഇവൾക്ക് സംഭവിക്കുന്ന കാര്യം കാരണം ഇവനോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ലെന്ന് പറയും. കൂടാതെ ഇവളോട് അത്രയും വെറുപ്പൊന്നും കാണിക്കാതെ എപ്പോഴത്തേം പോലും നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിന് അവള് താങ്ക്സ് പറഞ്ഞിട്ട് ഇവരുടെ ഈ ട്രിപ്പ് അവസാനിക്കുന്നത് അവൾക്കും കുറച്ച് സങ്കടമെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവള് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പം ഇവനാണ് അവളെ തടഞ്ഞു നിർത്തിയിട്ട് അവൻ തന്നെ ഇപ്പൊ അവനെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവൾ വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിച്ച് അവനെ മൊത്തത്തിൽ ഭ്രാന്താക്കണമെന്ന് പറഞ്ഞ് ഇവളെ നിർത്തി ചോദിക്കുമ്പം അവളാണ് ടെൻഷനായി ഇവന് ഗേൾ ഫ്രണ്ട് ഒക്കെ ഇല്ല, പിന്നെന്തിനാ അവളിങ്ങനെ പുറകെ വരുന്നെന്ന് ചോദിക്കും. അതോടെ അവനും കുറച്ച് ദേഷ്യത്തി ആ ശരിയാ അവൾ എന്നോട് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോയിക്കോ എന്നിന് അവനും പറഞ്ഞയക്കാൻ നോക്കുമ്പം ഇവളാണ് ആ പെങ്കൊച്ചിനെ ഇവൾക്കൊല്ലം പരിചയം ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കുറച്ച് വിഷമിച്ച് അവളെ കുറിച്ച് ഇവൾക്ക് നല്ലോണം അറിയാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇനി ഇവള് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇതാ നമ്മളുടെ അവസാനം നിറഞ്ഞ് ഇവളെ സ്നേഹിക്കാൻ ആൾക്കാരെ കൊണ്ടെന്നറിഞ്ഞ് അവളുടെ തലയെ തടവി കൊടുക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവർ അവസാനത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി പോകുമ്പം ഹീറോയാണ് ചാമുഹിയെ കണ്ടിട്ട് ഇവളെ കാണാൻ ഭയങ്കര ഭംഗിയാന്നറിയും. അതുകൊണ്ട് തന്നെ ഇവളെ വിട്ടു പോകാൻ അവന് മനസ്സില്ലെന്നറിഞ്ഞ് ഇവളെ കൂടെ ഉണ്ടായതുകൊണ്ട് ഈ ട്രിപ്പ് ഫുള്ളും വണ്ടർഫുൾ ആയെന്നറിയും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ചാമുഹിയാണ് ഇവൻ എന്തോ സംസാരിക്കുന്നറിയാതെ ഹോജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ അവനാണ് മൊത്തത്തിൽ സൈലന്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം ഹീറോയും ഇവൻ പറഞ്ഞു കേട്ട് ഷോക്കായെങ്കിൽ പിന്നെ ഇപ്പൊ പറയുന്നത് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതും പറഞ്ഞവൻ ചാമുഹിയോട് അവൻ ഇവളെ ഒത്തിരി അധികം സ്നേഹിക്കുമെന്നറിയും. അങ്ങനെ ഇത് കേട്ട് ഇവളാണ് ഇവനിപ്പോ എന്തോ പറഞ്ഞെന്നറിഞ്ഞ് ഹോജിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും കുറെ സൈലന്റ് ആയിട്ട് അവസാനം മനസ്സില്ലാതെ ഇവൾക്ക് ഗുഡ് ബൈ പറയാൻ ആ ഹീറോ ആഗ്രഹിക്കുന്നില്ലെന്നറിയും. അങ്ങനെ അതും പറഞ്ഞ് ഐ ലവ് യു ചാമുഹി എന്ന് അവനിപ്പോ ഇവളെ പ്രൊപ്പോസ് ചെയ്തെന്നറിയും. അങ്ങനെ ഇത് കേട്ട് ഇവളാണ് ഷോക്കായി ആ ക്യാമറ വഴി ഹോജിനെ നോക്കിയിട്ട് ഇപ്പൊ ഇവൾ എന്തൊത്തര അവന് കൊടുക്കണ്ടേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനത് വലുതായിട്ട് മൈൻഡ് ചെയ്യാതെ ഇവൾ എന്ത് പറയാൻ വിചാരിക്കുന്നോ അതവൻ അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവളും കുറച്ച് ദേഷ്യത്തി ഹോജിനപ്പോ ഇതൊട്ടും തന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അവളും എങ്കിൽ പിന്നെ ആരും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവള് തന്നെ പറയാന്ന് പറഞ്ഞ് ഹീറോയെ നോക്കി ഓക്കെ മീറ്റു എന്ന് പറഞ്ഞ് അവൾക്ക് ഇഷ്ടമെന്ന് പറയും. പക്ഷെ ഇതൊക്കെ ഇവരുടെ ഡേറ്റിംഗ് ഷോയുടെ ഭാഗമായിട്ടാണ് അവൾ പറഞ്ഞത്. അങ്ങനെ അവസാനം ഷൂട്ടിംഗ് എല്ലാം അവസാനിച്ചിട്ട് എല്ലാരും കൂടെ സന്തോഷത്തി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പം ഇവിടെ ഹോജി മാത്രം സൈലന്റ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കും. അപ്പോഴാണ് അതിലൊരു ഡയറക്ടറാണ് ഇവനെ കണ്ട് മനസ്സിലാക്കും ഇവനും ചാമുഹിയും തമ്മി എന്തോ ഒരു പ്രണയ കഥയൊക്കെ പോകുന്നുണ്ടെന്ന്. അതിനുശേഷം ഹീറോയുടെ സെക്രട്ടറി സന്തോഷത്തി അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവസാനം അവളെ പ്രൊപ്പോസ് ചെയ്തെന്ന് പറഞ്ഞ് ഇവൻ എങ്ങനെ ഇപ്പൊ ഫീൽ ചെയ്യുന്നു ചോദിക്കുമ്പം അവനാണ് ചാമുഹി എപ്പോഴേ ഇവന്റെ ഇഷ്ടം റിജക്ട് ചെയ്തെന്ന് പറയും. പക്ഷെ ഇന്ന് അതിനേക്കാളും സങ്കടമായിട്ട് അവളെ ഇന്നൊരാള് റിജക്ട് ചെയ്തെന്ന് പറയും. അതിനുശേഷം ചാമുഹി അവളുടെ മാനേജറായിട്ട് സംസാരിക്കുമ്പോഴാണ് അവനാണ് മറ്റേ പ്രട്ടി വുമൻ സിനിമയെ പോലെ ഇവരുടെ ഷോയും ഹാപ്പി എൻഡിംഗ് ആയിട്ട് അവസാനിച്ചെന്ന് പറയും. അപ്പോഴാണ് അറിയാതെ അവളുടെ വായിരുന്ന് യഥാർത്ഥത്തിൽ ആ ലവേഴ്സ് പിരിഞ്ഞോ എന്നറിഞ്ഞ് ഹോജിൻ ഇവളോട് പറഞ്ഞ കാര്യം മൈൻഡ് ചെയ്യുന്ന അറിയാതെ ഇങ്ങനെ പറയും. അതിനുശേഷം അവൾ ഒറ്റയ്ക്ക് നടന്നു പോയിട്ട് ഇവളോട് ഇതിനു മുമ്പ് ഡൊറാമി പറഞ്ഞ ആലോചിച്ച് നോക്കും ഇവൾ
ഇവള് പറയാൻ പറ്റാത്തൊരു ഗുഡ് ബൈ പറഞ്ഞ് ഇവളുടെ സന്തോഷമായ ജീവിതം സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പോവാന്ന്. അങ്ങനെ അതേപോലെ ഇന്നലെ രാത്രി ഹോജിനും ഇവള് സന്തോഷമായിട്ടിരിക്കണമെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് അവർ രണ്ടൊരു സെയിം ഡയലോഗാ പറഞ്ഞതെന്ന് ഇവൾക്കിപ്പോൾ മനസ്സിലാകും. അതിനുശേഷം ഇവിടെ പ്രൊഡക്ഷൻ ടീമും തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പം ഹോജിൻ എന്തെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് തിരക്കൊണ്ടിരിക്കും. കാരണം ഇവരുടെ കൂടാണ് അവന് നാട്ടിലേക്ക് വരായിരുന്നത്. അതുകൊണ്ട് അവൻ പിന്നീടെല്ലാം എയർപോർട്ടിൽ വരുമായിരിക്കും എന്ന് പറഞ്ഞ് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ഹീറോ ചാമുഹിയായിട്ട് മറ്റേ മ്യൂസിക് ഷോ കാണാൻ വേണ്ടി ഇപ്പൊ പോയേക്കുക. കാരണം ഇവരുടെയൊക്കെ ഫ്ലൈറ്റ് നാളെയാണ്. എന്നിട്ട് അവളും ഈ വിലക്കൂടി സീറ്റ് ബുക്ക് ചെയ്തതിന് അവനിപ്പോ താങ്ക്സ് പറയുമ്പം അവനാണ് ഇവൾ സത്യത്തിൽ ഓക്കെ ആണെന്ന് ചോദിക്കും. കാരണം ഇന്ന് ഹോജിനോട് റിജക്ട് ചെയ്തതിനു ശേഷം ഇവൾക്ക് ഇങ്ങനെ സമാധാനത്തിലൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ അവന്റെ ഭാഷയിൽ ചോദിക്കുമ്പം ഇവളാണ് കുറച്ച് ഷോക്കായിട്ട് ഇവൻ എന്തോ പറയുന്ന ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ മൊബൈലിലേക്ക് എന്തോ ഒരു വീഡിയോ വരുന്നത്. അതിനുശേഷം അവളും ഇവനോട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് പുറത്ത് വെച്ചില്ലും. അപ്പോഴാണ് പുറത്ത് വെച്ച് മറ്റേ ഹീറോയുടെ സെക്രട്ടറി കണ്ടുമുട്ടുമ്പം അവളും ചാമുഹിയുടെ ചെരുപ്പ് കണ്ടിട്ട് ഇതേ സെയിം ചെരുപ്പായിരുന്നു അന്ന് ഹീറോയുടെ ഗേൾ ഫ്രണ്ട് ഇട്ടോണ്ടിരുന്നെന്ന് പറഞ്ഞ് അന്നറിയാതെ ഇവളെ ആയിട്ട് തെറ്റിരിച്ചെന്ന് ഇപ്പൊ ഇവളോടും കൂടെ സോല് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം ചാമുഹിയും ഇപ്പൊ ഇവള് പറഞ്ഞ ആലോചിച്ച് നോക്കിയിട്ട് ഇതേ സെയിം ചെരുപ്പ് ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡൊറാമിയാണ് അവന്റെ കൂടെ പോയെന്നറിഞ്ഞ് ഇവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾക്കൊന്ന് ആ വീഡിയോ ഇപ്പൊ എടുത്തു വെച്ച് നോക്കാൻ പോകും. കാരണം മറ്റേ ഡയറക്ടർ ഹോജിനെ സീക്രട്ട് ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഇവൾക്ക് സെൻഡ് ചെയ്ത് കാണും. അങ്ങനെ ആ വീഡിയോ ഇപ്പൊ കാണുമ്പോഴാണ് ഇവ രണ്ടുപേരും പ്രൊപ്പോസ് ചെയ്തപ്പോൾ അവനവിടെ സത്യതി വിഷമിച്ചുകൊണ്ടിരുന്ന. അങ്ങനെ ആ വീഡിയോ ഇവളിപ്പോഴാണ് കാണുന്നത്. അങ്ങനെ അത് കണ്ട് അവൾക്കും കരച്ചിൽ നിന്നിട്ട് ഇവളെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറഞ്ഞ അവനല്ലെന്ന് പറഞ്ഞ് ഇവൾ അതും പറഞ്ഞ് അവിടെ നടന്നു പോകുമ്പം അകത്തിരുന്ന് ഡൊറാമിയും അവന്റെ അടുത്ത് നിന്ന് ഇതേപോലെ മാറിപ്പോയിക്കോ എന്നാലും നിനക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവൾക്ക് ഡൊറാമിയുടെ ശബ്ദം കേൾക്കും. അപ്പോഴാണ് അടുത്ത സെക്കൻഡ് ഇവൾ കണ്ണടച്ച് കണ്ണുറക്കുമ്പോൾ ഇവളുടെ ഓർമ്മകളിനകത്ത് ഇവളിപ്പോ പോകും. അങ്ങനെ ഡൊറാമി ഇവളോട് എല്ലാ കാര്യം മറന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി പറയുക. പക്ഷെ ഇവൾക്ക് മനസ്സില്ലാതെ ഇവളില്ലാത്ത സമയത്ത് ഡൊറാമി എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞ് അവളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇവൾക്ക് ഓരോന്നായിട്ട് മനസ്സിലാവുന്നത്. ഇവൾക്ക് ബോധമില്ലാതിരുന്നപ്പോൾ ഡൊറാമി എപ്പോഴും ഹോജിന്റെ പുറകെ ബേബ് എന്ന് പറഞ്ഞ് നടന്ന കാര്യമൊക്കെ. അങ്ങനെ അതൊക്കെ ഓർത്തെടുത്തിട്ട് ഇവൾ ഇവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ഹോജിനും അവൻ ഇന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അവന് നാളെ പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് പെടുന്ന ചാമുഹി ബേബ് എന്ന് പറഞ്ഞ് ഇവനെ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ അതിനുശേഷം അവനും ഇവരെപ്പോഴും പോകുന്ന ആ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുമ്പം അവിടെ ചാമുഹി 7 ലക്കി ലീഫ് ഇപ്പൊ കളക്ട് ചെയ്ത് വെച്ചാണ്. അങ്ങനെ അത് കണ്ട കടക്കാരനും ഇപ്പൊ അവരുടെ ആഗ്രഹമൊക്കെ സാധിക്കും പറയുമ്പം ഇവനും മനസ്സിലാക്കും ചാമുഹിയുടെ ആഗ്രഹം നോർത്തേൺ ലൈറ്റ്സ് എല്ലായിടത്തും തളയം കിടക്കണമെന്ന്. കാരണം എന്നാൽ മാത്രമേ ഇവരെപ്പോഴും ഒന്നിച്ചിരിക്കത്തുള്ളെന്ന്. അങ്ങനെ അതവൻ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ അവള് മെസ്സേജ് ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറയും. അതിനെ ശിവൻ അവിടെ നിന്ന് ഓടിയെത്തുമ്പം അവന് സംശയം കാണും ഇത് ഡൊറാമിയാണോ ചാമുഹിയാണോന്ന്. അപ്പോഴാണ് അവൾ ആദ്യം തന്നെ അവസാനമായിട്ട് ഇവനോട് ഗുഡ് ബൈ പറഞ്ഞത് ഇവളല്ലെന്ന് പറഞ്ഞ് അതെല്ലാം ഇപ്പൊ ഇവൾക്ക് ഓർമ്മ ഒന്നെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഹോജിനാണ് പക്ഷെ ഡൊറാമി എന്നോട് പറഞ്ഞത് അവള് കണ്ട ഓർമ്മകളെല്ലാം മറന്നു പോകുന്നതാണല്ലേ എന്നതിന് അവനും ചോദിക്കുമ്പം ഇവളാണ് ആ മെമ്മറീസിനകത്ത് ഇവനുള്ളതുണ്ട് അത് മറക്കാൻ ഇവൾ അനുവദിച്ചില്ലെന്ന് പറയും. കൂടാതെ ഡൊറാമിയും പറഞ്ഞ പോലെ തന്നെ ഇവനിപ്പോ എല്ലാം അറിയായിരിക്കും എന്നറിഞ്ഞ് അവൾ ഇപ്പോഴും ഇവനെ തന്നെ സ്നേഹിക്കുന്നതെന്ന് പറയും. കൂടാതെ ഇവളെ കുറിച്ചുള്ള എല്ലാ കാര്യം പറഞ്ഞുകൊണ്ട് അവൾക്കത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് ഇത് കാരണം ഇവന്റെ അടുത്ത് ഫീലിങ്സ് കൂടിയ പിന്നീട് ഇവനെ മറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയും. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇവളിപ്പോ എന്തുവാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവനോട് തന്നെ ചോദിക്കുമ്പം അവനും കുറച്ച് സന്തോഷത്തി ഇവൾക്കെല്ലാം ഓർമ്മ വന്നുകൊണ്ട് ഇവൾക്ക് ഇവനെ മറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ നോർത്തേൺ ലൈറ്റ്സ് എല്ലായിടത്തും പറഞ്ഞെന്ന് പറഞ്ഞ് ഇവളെ ലക്കി ലീഫൊക്കെ വെച്ച് ആഗ്രഹിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അത് കണ്ട് അവൾ ഞെട്ടിപ്പോകുമ്പം ഇവനാണ് എല്ലായിടത്തും ഇവൾക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റുമെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ഇവനും പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് അവള് വിഷമിച്ച് ഡൊറാമിയായിട്ട് ഇവനെ റിജക്ട് ചെയ്തിട്ട് വീണ്ടും ഇവന്റെ പുറകെ വരാൻ നോക്കുന്നതിന് അവളിപ്പോ സോറി പറയും. അതുകൊണ്ട് ഈ തവണ ഇവൻ തന്നെ ഇവളെ റിജക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോയിക്കോളാൻ പറയും. അങ്ങനെയാണ് ഇവന് സന്തോഷത്തിലെന്ന് പറഞ്ഞ് ഇവള് ചോദിക്കുമ്പം ഇത് കേട്ട് അവൻ ഇനി ഒരിക്കലും ഇവളെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി പറയത്തില്ലെന്ന് പറയും. കാരണം ഇവർ തമ്മിലുള്ള ഹാപ്പി എൻഡിങ് രണ്ടുപേർ തമ്മിൽ ചേരാതിരിക്കുന്ന ഡൊറാമി പറഞ്ഞ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഹാപ്പി എൻഡിങ് ഇവനുണ്ടെന്ന് പറഞ്ഞ് എന്തായാലും നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യുന്ന അവൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ ഇവനിപ്പോ എന്തൊക്കെയാ പറയുന്നതെന്ന് അവളും ചോദിക്കുമ്പം അവനാണ് ഇനി ഇവനെ കണ്ട് പേടിച്ചൊളിയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം രണ്ടുപേരും ഒരു ദിവസം ബ്രേക്കപ്പ് ചെയ്യുന്ന പറയും. അങ്ങനെ അതും പറഞ്ഞ് അവനിപ്പോ ഇവളെ പ്രപ്പോസ് ചെയ്യുക. പക്ഷെ ഇത് മനസ്സിലാകാതെ അവൾ വീണ്ടും അവൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവളിപ്പോ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ചിരി വന്നിട്ട് ഇവളുടെ ലക്കി ലീഫ് കാരണം ഇവളുടെ ആഗ്രഹം സഹായിച്ചെന്ന് പറഞ്ഞ് അവന് ഭ്രാന്തളകി ഇപ്പൊ എവിടെ കണ്ടാലും നോർത്തേൺ ലൈറ്റ്സ് പോലെ ഹൊറോറയൊക്കെ ഇവന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പോകാന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവന് സന്തോഷത്തി ഇതാവൻ പ്രപ്പോസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞ് ഇവൾക്കൊന്നും മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണെ മൊത്തത്തിൽ അന്തം വിട്ട് ഇവനിപ്പോ ഇഷ്ടമാണെന്നാണോ പറയുന്നതെന്ന് പറഞ്ഞ് അവൾക്കൊന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്ന് ഇവളെയും കിസ് ചെയ്യും. അങ്ങനെ ഈ ഒരു റൊമാൻറ്റിക് സീനോടെ ഇവ രണ്ടുപേരും ഇപ്പൊ ഒന്നേർന്ന്. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്ത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാം.